നമസ്കാരം. വിഷുഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ മലയാളിയുടെ ആഘോഷങ്ങളിലേറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് വിഷുക്കൈനീട്ടവും വിഷുക്കണിയും ഒക്കെ. അപ്പോൾ ഈ വിഷുഫലം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മളുടെ ഒന്നാമത്തെ മാസമായി നമ്മൾ കണക്കാക്കിയിരുന്നത് മേടമാസമായിരുന്നു. കാർഷിക ഉത്സവമായിട്ട് കണക്കാക്കുന്ന ഈ മേടത്തിലെ വിഷു സമ്പൽ സമൃദ്ധിയും ഒക്കെ നിറഞ്ഞതായിരിക്കട്ടെ എന്ന് എല്ലാവർക്കും നല്ല ഒരു വിഷുഫലമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ വിഷുഫലമാണ്. മേടക്കൂറിൽപ്പെടുന്ന അശ്വതി നക്ഷത്രക്കാർ ഇക്കൊല്ലം ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജോലി രംഗത്തും കുടുംബ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങളുണ്ടാകുമെന്നാണ് വിഷുഫലം കാണിക്കുന്നത്. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന വർഷമാണിത്. പൂർവിക സ്വത്ത് കൈവശം വരുന്നതിനും കടബാധ്യതകളിൽ നിന്നൊക്കെ കുറേയൊക്കെ മാറ്റം വരുന്നതിനും അത് തീർക്കുന്നതിനുമൊക്കെ കഴിയുന്ന ഒരു വർഷമാണ്. മധ്യകാലം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നതെങ്കിലും എന്നാൽ വളരെ അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നു. രോഗഭീതിയിൽ നിന്നെല്ലാം മോചനമുണ്ടാകുന്നു. രോഗാരിഷ്ടതകളൊന്നും തന്നെ ഉണ്ടാകുന്ന ഒരു സമയമല്ല. അതുപോലെ തന്നെ പൊതു രംഗത്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. ജോലി കാര്യങ്ങൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിലൊക്കെ ഉയർച്ചയും അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നതിനും അതുപോലെ തന്നെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ അവർക്ക് കഴിയും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തുവാൻ കഴിയുന്ന ഒരു വർഷമാണിത്. വരുമാനത്തിൽ വർധനവ് അനുഭവപ്പെടും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വസ്തു വാങ്ങിക്കുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ്. വിനോദസഞ്ചാരവുമായി നമ്മുടെ യാത്രകൾ നടത്തുന്നതിനും അധികാരികളിൽ നിന്നൊക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് നല്ല ഉയർച്ച കാണിക്കുന്നു. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. മേടത്തിൽ ഉൾപ്പെടുന്ന ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂല സമയമായിട്ടാണ് കാണുന്നത്. പൊതുവെ നല്ല ഫലം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് ഇത്. ഈ ആദ്യ പകുതിയിൽ തന്നെ നല്ല ഫലങ്ങൾ അവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കാര്യങ്ങൾ പുരോഗതിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. ജോലി രംഗത്തും കുടുംബകാര്യങ്ങളിലും ഒക്കെ പ്രതിസന്ധികൾക്കൊന്നും തന്നെ യാതൊരു സാധ്യതയുമില്ല. ജോലിയിലൂടെ സ്വഭാവത്തിൽ മാറ്റം അനുഭവപ്പെടാനുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന ജോലി ലഭിക്കുന്നതിനുമൊക്കെ അനുകൂലമായ സമയമാണ്. കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സമയമായി കാണുന്നു. സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. എന്നാൽ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് അനാവശ്യമായ കാര്യങ്ങളിൽ പണം മുടക്കിയാൽ നഷ്ടം വരുന്ന ഒരു കാലമാണ്. എന്നാൽ മുൻകരുതലുകൾ വേണം. ദൈവാനുഗ്രഹം ഉള്ളതിനാൽ പ്രതിസന്ധികളിൽ നിന്നൊന്നും പെടുകയില്ല. രോഗാരിഷ്ടതകളൊന്നും തന്നെ കാണുന്നില്ല. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം പ്രതീക്ഷിക്കാം. മക്കളുടെ കാര്യങ്ങളിലൊക്കെ അവരുടെ വിവാഹവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ സാധ്യതയുണ്ട്. അവർക്ക് പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വീട് പണിയൊക്കെ നടന്നു കിട്ടാനും നല്ല പറ്റിയ സമയമാണ്. വീട്ടിലുപോലെ തന്നെ മംഗള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ അനുകൂലമായ സമയമാണ്. വിദ്യാഭ്യാസ രംഗത്തൊക്കെ അവർക്ക് മികച്ച കോഴ്സുകളൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായ സമയമായിട്ട് കാണിക്കുന്നു. അടുത്തത് കാർത്തിക നക്ഷത്രത്തിൻ്റെ പകുതി, അതായത് ആദ്യ പകുതിയാണ്. ആ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി മേടക്കൂറിലും അവസാനത്തെ മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ്.
കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയും. സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകാം. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്ന ഒരു കാര്യമാണ്. ജോലിപരമായ പ്രതിസന്ധികളൊന്നും തന്നെ കാണുന്നില്ല. വർഷത്തിൻ്റെ ആദ്യ പകുതി മുതൽ കൂടുതൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ്. ആരോഗ്യം വീണ്ടെടുക്കുവാനൊക്കെ കഴിയും. ജോലി രംഗത്ത് ഉയർന്ന സ്ഥാനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. ശത്രു മനോഭാവത്തോടെ കഴിഞ്ഞവരെല്ലാം വളരെ നമ്മളോട് വളരെ സ്നേഹത്തോടും സാഹോദര്യത്തോടും പെരുമാറുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുമായി കാര്യങ്ങൾ ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. അതുപോലെ തന്നെ സാമ്പത്തികമായ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജോലി രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അതുപോലെ തന്നെ വരുമാനം കണ്ടെത്തുന്നതിനുമൊക്കെ കഴിയും. വാഹന ലാഭം കാണുന്നു. മുടങ്ങിക്കിടന്ന വീട് പണിയൊക്കെ പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ വസ്തു സംബന്ധമായ ചെറിയ തർക്കങ്ങളൊക്കെ മാറിക്കിട്ടാൻ അനുകൂലമായ സമയമാണ്. കുടുംബ സ്വത്തിന്മേലുള്ള തർക്കങ്ങളൊക്കെ മാറിക്കിട്ടാൻ എന്ന ഒരു സമയമായിട്ട് കാണും. ഈ എല്ലാവർക്കും നല്ല ഒരു ഈ മേട പൊതുവെ അനുകൂലമായ ഒരു കാലമായിട്ടാണ് വിഷുഫലം കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ഫലമായിരിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ മേടക്കൂറിലുള്ള ആളുകൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും ഭഗവാന് പാൽപ്പായസവും നെയ്വിളക്കും അതുപോലെ തന്നെ തൃക്കൈ വെണ്ണയൊക്കെ നടത്തുന്നു. അതുപോലെ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ഭഗവാന് ജലധാര കഴിക്കുന്നതും അതുപോലെ തന്നെ ശംഖാഭിഷേകം കഴിക്കുന്നതും ഭാഗ്യസൂക്തം കഴിക്കുന്നതും പിൻവിളക്ക് നടത്തുന്നതും പൂവളമാല സമർപ്പിക്കുന്നതും ദേവീക്ഷേത്രത്തിലെ ദേവിക്ക് പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഒക്കെ വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തുന്നതും ഒക്കെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.